പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുട്ടികളെ, എല്ലാവരെയും ഗുഡ്നസ് ടി വിയിലേക്ക്, വചനദീപ്തി പ്രോഗ്രാമിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈശോ നൽകുന്ന വചനവിരുന്ന് ആസ്വദിച്ച് ആ വചനവിരുന്ന് ഭക്ഷിച്ച് വളർന്നു വരുവാനായിട്ട് നമുക്ക് ദൈവം കൃപ നൽകട്ടെ. ഈശോയുടെ വചനം നമ്മൾ ശ്രവിക്കുമ്പോഴെല്ലാം ഈശോ നമുക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തരുന്നു. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു പ്രവർത്തിക്കുന്നുണ്ട് എന്ന സത്യം നാം തിരിച്ചറിയുക. അതുകൊണ്ട് ഈശോയുടെ വചനം കേൾക്കുമ്പോഴെല്ലാം ഈശോ പ്രവർത്തിക്കുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ വചനം, ഈശോ നൽകുന്ന വചനം, പരിശുദ്ധാത്മാവിലൂടെ നൽകുന്ന വചനം നമുക്ക് ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കുവാനായിട്ടും ഗ്രഹിക്കുവാനായിട്ടും നമുക്ക് പരിശ്രമിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന സുവിശേഷ ഭാഗം നമ്മുടെ ആന്തരിക നേത്രങ്ങൾ പ്രകാശിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ഉൾക്കണ്ണുകൾ തുറക്കണം എന്നുള്ളതാണ്. ഒന്ന് എഫേസൂസിൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 18-ാം തിരുവചനം ഇപ്രകാരമാണ്: ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് നിങ്ങൾ വിളിച്ചിരിക്കുന്നതെന്ന് അറിയുവാൻ നിങ്ങളുടെ ആന്തരിക നേത്രങ്ങൾ തുറക്കണം. മറ്റൊന്ന് പറയുന്നത്, അതെ, അങ്ങനെ നിങ്ങളെ വിളിച്ചിരിക്കുന്ന ആ പ്രത്യാശയിൽ നിങ്ങൾ സ്ഥിരമായി നിൽക്കുമ്പോൾ, വിശ്വസ്തരായി നിൽക്കുമ്പോൾ, ആ വിശുദ്ധർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ സമ്മാനം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ആന്തരിക നേത്രങ്ങൾ പ്രകാശിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ആന്തരിക നേത്രങ്ങൾ പ്രകാശിക്കണം, ഉൾക്കണ്ണുകൾ പ്രകാശിക്കണമെന്ന് എഫേസുസർക്ക് എഴുതിയ ലേഖനത്തിൽ 1:18 വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരിക. സ്നേഹമുള്ളവരെ, ഉൾക്കണ്ണുകൾ തുറക്കപ്പെടണം, ഉൾക്കാഴ്ച ഉണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് ഗ്രഹിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. സ്നേഹമുള്ളവരെ, സങ്കീർത്തനം 13 വായിക്കുമ്പോൾ അതിനകത്ത് മനോഹരമായ ഒരു കാര്യം ഇപ്രകാരമാണ്. ദാവീദ് തന്നെ എഴുതി പാടിയ സങ്കീർത്തനമാണ് 13. വളരെ ചെറിയൊരു സങ്കീർത്തന ഭാഗമാണ്. 6 വാക്യങ്ങളെ അതിലുള്ളൂ. അതിൽ ആദ്യത്തെ 2 വാക്യങ്ങൾ ദാവീദിൻ്റെ പരാതി പറച്ചിലാണ്, സങ്കടം പറച്ചിലാണ് ദൈവത്തോട്. പിന്നത്തെ 2 വാക്യങ്ങൾ നോക്കുമ്പോൾ അവിടെ ആ പരാതി പറച്ചിലൊക്കെ കഴിഞ്ഞ്, സങ്കടം പറച്ചിൽ എല്ലാം കഴിഞ്ഞിട്ട് മുട്ടുകുത്തി നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം പിന്നത്തെ 2 വാക്യങ്ങൾ ഇപ്രകാരമാണ്: ആ പ്രാർത്ഥനയിൽ നിന്നിട്ട്, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവന് കിട്ടിയ ബോധ്യത്തിൽ നിന്ന് അവൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തെ പാടി സ്തുതിക്കുന്നു, നന്ദി പറഞ്ഞു സ്തുതിക്കുന്നു, ആ സന്തോഷകരമായിട്ട് പരിണമിക്കുന്നു. ഇതിന് കാരണമുണ്ടാകുന്നത്, അതിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ആന്തരിക നയനങ്ങൾ പ്രകാശിച്ചപ്പോൾ, അതിനകത്ത് പറയുന്നുണ്ട്, കർത്താവേ, എൻ്റെ ആന്തരിക നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ. ദാവീദിൻ്റെ ഉൾക്കാഴ്ച ദാവീദിന് കിട്ടിയപ്പോൾ, ആന്തരിക നയനങ്ങൾ പ്രകാശിച്ചപ്പോൾ ദാവീദിന് മനസ്സിലായി, ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളതെല്ലാം തമ്പുരാൻ നന്മയ്ക്കാണ് ചെയ്തിട്ടുള്ളത്. ഇതുവരെയും തൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ, പ്രവൃത്തികളുടെ എണ്ണമെല്ലാം എടുത്തു നോക്കുമ്പോൾ തമ്പുരാൻ്റെ ശക്തി എന്തെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ആ ദൈവത്തിന് അവൻ നന്ദി പറഞ്ഞ് അവൻ സ്തുതിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത്. ദുഃഖത്തിൽ നിന്ന് തുടങ്ങി അവസാനം സന്തോഷത്തിൽ പരിണമിക്കുന്ന, അവസാനിക്കുന്നൊരു
സങ്കീർത്തന ഭാഗമാണ് 13. നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരം തന്നെയാണ് എന്ന് ഈ സങ്കീർത്തന ഭാഗത്തു കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിലും എത്രയോ പ്രശ്നങ്ങളിലാണ് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നത്, നമ്മൾ വേദനിക്കുന്നത്, നമ്മൾ കഷ്ടപ്പെടുന്നത്, ആരാരുമില്ലാതെ. അത് നമ്മുടെ ജീവിതം അപകടത്തിലാവുന്ന ഒരു സമയങ്ങൾ. എന്തുകൊണ്ട് ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്ന ചോദ്യം, ഇങ്ങനെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ദാവീദിനെ പോലെ നമ്മളും തമ്പുരാനോട് പരാതി പറയാറുണ്ട്. പക്ഷെ ആ പരാതികളൊക്കെ പ്രാർത്ഥനയായി മാറണമെന്നാണ് ഈ സങ്കീർത്തനം നമ്മെ മനസ്സിലാക്കി തരുന്നത്. നമ്മൾ ആ പരാതികൾ, പരിഭവങ്ങൾ പ്രാർത്ഥനയായിട്ട് മാറണം. അതാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, എൻ്റെ നയനങ്ങളെ ഒന്ന് പ്രകാശിപ്പിക്കണമേ, എൻ്റെ ആന്തരിക നേത്രങ്ങൾ ഒന്ന് തുറക്കണമേ. അങ്ങനെ തുറക്കുമ്പോഴാണ് എനിക്ക് സത്യം അറിഞ്ഞ് സത്യം ഗ്രഹിച്ച് എനിക്ക് മുന്നോട്ട് ജീവിക്കാനാകൂ. അത് ദൈവം ദാവീദിൻ്റെ ആന്തരിക നേത്രങ്ങൾ തുറന്നപ്പോഴാണ് ദാവീദിന് സന്തോഷമുണ്ടായത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഉൾക്കണ്ണുകൾ തുറക്കാനായിട്ടാണ് നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ഉൾക്കണ്ണുകൾ തുറക്കുമ്പോൾ ദൈവം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും. പരിശുദ്ധാത്മാവ് നമ്മിലൂടെ പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവ് ആത്മാവ് മുഖേന എല്ലാം വെളിപ്പെടുത്തി തരുമെന്നാണ്. നമ്മുടെ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ ഹൃദയം ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ആത്മാവ് മുഖേന നമുക്ക് ആ സത്യം വെളിപ്പെട്ട് കിട്ടും. ആ സത്യം വെളിപ്പെട്ട് കിട്ടുമ്പോഴാണ് നമ്മൾ കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിനോട് നന്ദി പറയുകയും ചെയ്യുന്നവരായി നമ്മൾ മാറുന്നത്. അപ്പോൾ നമ്മളിൽ നിരാശയല്ല ഉണ്ടാകുന്നത്, നമ്മൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കുന്ന അവസ്ഥയുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആന്തരിക നേത്രങ്ങൾ പ്രകാശിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ തുറക്കണമേ എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, രാജാക്കന്മാരുടെ പുസ്തകം 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിൽ 15-ാം വാക്യം നമ്മൾ അവിടെ നിന്ന് തുടങ്ങി നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരമാണ്. അത് എലീശയോട് ഗഹാസി വന്ന് പറയുന്ന ഒരു കാര്യമാണ്. എലീശ പ്രവാചകനോട് ഗഹാസി വന്ന് പറയുകയാണ്, ഈ നമ്മുടെ ഭവനത്തിന് ചുറ്റും സിറിയ രാജാവിൻ്റെ പട്ടാളക്കാർ താവളമടിച്ചിരിക്കുക, രഥങ്ങളും കുതിരകളും ഒക്കെ ആയിട്ട് അവർ നിൽക്കുക. നമ്മയൊക്കെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുവാനായിട്ട് അവർ തയ്യാറെടുത്ത് വന്നിരിക്കുക. നമുക്ക് രക്ഷപ്പെടാനായിട്ട് ഒരു മാർഗവുമില്ല എന്നാണ് പറയുന്നത്. കാരണം ഈ എലീശ പ്രവാചകൻ ഇസ്രായേൽ രാജാവിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളൊക്കെ ഗ്രഹിപ്പിക്കുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ഇസ്രായേൽ രാജാവിനെ തോൽപ്പിക്കാനായിട്ട് സിറിയ രാജാവിന് ഒരു രീതിയിലും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇതിൻ്റെ എല്ലാം കാരണക്കാരൻ എലീശോ പ്രവാചകനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ എലീശോ പ്രവാചകനെ തന്നെ ഇവിടെ നിന്ന് അതെ ഇറക്കി കൊണ്ടുപോകുക, വധിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് അവർ ഇവിടെ വന്നിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, അങ്ങനെ വന്ന് അവർ ചുറ്റും കൂടിയപ്പോൾ എലീശോ പ്രവാചകനോട് പറഞ്ഞപ്പോൾ എലീശോ ഗഹാസിയോട് പറയുകയാണ്, നിൻ്റെ കണ്ണുകൾ തുറന്നിട്ടില്ല, അടഞ്ഞതുകൊണ്ടാണ് അപ്രകാരം നിനക്ക് തോന്നുന്നത്. നിൻ്റെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഗഹാസിയുടെ യേശു പ്രവാചകൻ്റെ ശിഷ്യൻ്റെ ആ വേലക്കാരൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു. കണ്ണുകൾ തുറക്കപ്പെട്ടപ്പോഴാണ് കാണുന്നത്, അതെ അതിലുമേറെ സൈന്യങ്ങൾ അതെ അവരുടെ ചുറ്റും ദൈവദൂതർ അവർ ചുറ്റും പാളയമടിച്ച് ഇരിക്കുന്ന ഒരു വലിയൊരു കാഴ്ച കാണുകയാണ്. അപ്പോൾ ശത്രുവിൻ്റെ സൈന്യത്തിലും വലിയൊരു സൈന്യം നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ള
ഉറച്ച ബോധ്യമാണ് ഉണ്ടാവുക. സ്നേഹമുള്ളവരെ, അപ്പോഴാണ് ദൈവം നൽകുന്ന സംരക്ഷണം ഗഹാസിക്ക് മനസ്സിലാക്കുന്നത്. ഗഹാസിയുടെ ഉൾക്കണ്ണുകൾ തുറന്നപ്പോഴാണ് ഗഹാസിക്ക് മനസ്സിലാക്കുന്നത്, ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ശക്തി മനസ്സിലാക്കുന്നത്. പലപ്പോഴും നമ്മുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് മനസ്സിലാക്കില്ല. നമ്മുടെ ആന്തരിക നേത്രങ്ങളിൽ തുറക്കുമ്പോഴാണ്, ഉൾക്കണ്ണുകൾ തുറക്കുമ്പോഴാണ് ദൈവ ഭക്തരുടെ ചുറ്റും ദൈവദൂതർ പാളയം അടിച്ച് രക്ഷിക്കുന്നതിൻ്റെ ശരിயான ദൃശ്യം നമുക്ക് തന്നെ വ്യക്തമാകുക. നമ്മളെ ചുറ്റും എത്രയോ വലിയ അപകടങ്ങളിൽ നിന്നാണ്, എത്രയോ വലിയ പെട്ടെന്നുള്ള ആപത്തുകളിൽ നിന്നാണ് നാമൊക്കെ തലനാരിഴയ്ക്ക് നമ്മളെ രക്ഷപ്പെടുന്നത്. ദൈവത്തിൻ്റെ ദൂതര് നമ്മെ ആ സമയത്ത് രക്ഷിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ സംരക്ഷണം നാം പോകുന്നിടത്തൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് സത്യം. ഇത് കാണുവാനായിട്ട് നമ്മുടെ ഉൾക്കണ്ണുകൾ നമ്മൾ തുറക്കണം. അപ്പോഴാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം, സംഖ്യയുടെ പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ 21 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഒരു കഴുതയുണ്ടായിരുന്നു ബാലാമിന്. കഴുതയുടെ പുറത്താണ് ബാലാം പ്രവാചകൻ പോകുന്നത്. ഒരു തവണ ബാലാക്ക് എന്ന് പറഞ്ഞ മോവാബ് പ്രദേശത്തെ രാജാവ് വന്നിട്ട് ഈ ബാലാമിന് കുറേ സാധനങ്ങളെല്ലാം കൊടുത്തുകൊണ്ട്, പ്രഭുക്കന്മാർ വഴി കൊടുത്തുകൊണ്ട് പറഞ്ഞു, വന്ന് ഞങ്ങളുടെ ദേശത്തേക്ക് വരിക, അവിടെ ഇസ്രായേൽക്കാർ താവളമടിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നീ വന്ന് അവരെ ഒന്ന് ശപിക്കുക. അവർ ശപിക്കുമ്പോൾ അവരൊക്കെ നശിച്ചു പോകും, അവരുടെ ശക്തിയൊക്കെ ക്ഷയിച്ചു പോകും. അതുകൊണ്ട് ഈ ബാലപ്രവാചകൻ വന്ന് ഒന്ന് ശപിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വലിയ കാഴ്ചകളുമായിട്ട് ഈ പ്രഭുക്കന്മാർ ഈ ബാലപ്രവാചകൻ്റെ അടുത്ത് വന്നത്. എന്നിട്ട് ബാലപ്രവാചകനാകട്ടെ ഇതെല്ലാം കണ്ടുകൊണ്ട് അതേ തൻ്റെ കഴുതയുടെ പുറത്ത് സവാരി ചെയ്യുകയാണ്. ബാലാക്ക് രാജാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്തിനു വേണ്ടി? ഇസ്രായേൽ സൈന്യത്തെ ശപിക്കുന്നതിന് വേണ്ടിയാണ് പോകുന്നത്. പക്ഷേ പോകുന്ന വഴിക്ക് കഴുത 3 പ്രാവശ്യം ഒരു പ്രാവശ്യം കഴുത വയലിലേക്ക് ചാടുന്നു, മറ്റൊരു പ്രാവശ്യം മതിലിനോട് ചാരി അവൻ്റെ കാലെല്ലാം ഉരസി മുറിഞ്ഞു പോകുന്നു, മറ്റൊരു സമയത്ത് ഈ കഴുത അവിടെ തന്നെ വീണ് കിടക്കുന്നു. അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം ബാലപ്രവാചകൻ കഴുതയുടെ പുറത്തായിരിക്കുന്നത്. ഈ കഴുതയോട് ഭയങ്കര ദേഷ്യം തോന്നി കഴുതയെ ഓരോ പ്രാവശ്യം അടിക്കുന്നുണ്ട്. 3 പ്രാവശ്യം അടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം കഴുതയ്ക്ക് സംസാരശക്തി നൽകിയെന്നാണ് വചനം പറയുന്നത്. അപ്പോൾ കഴുത ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ എന്നെ അടിച്ചത്? എന്തിനാ? കാരണം നീ എപ്പോഴും പറയുന്നതൊക്കെ അനുസരിക്കുന്നൊരു കഴുതയല്ലേ, നീ എന്തിനാണ് എന്നെ അടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് കഴുത ചോദിക്കുമ്പോൾ ഈ ബാലപ്രവാചകൻ പറയുന്നു, വാളുണ്ടായിരുന്നെങ്കിൽ നിന്നെ കൊന്നു കളയുമായിരുന്നു. അപ്പോൾ കഴുത മുന്നിലേക്ക് നോക്കുവാനായിട്ടാണ് ഈ ബാലപ്രവാചകനോട് പറയുന്നത്. ബാലപ്രവാചകൻ മുന്നിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് കർത്താവിൻ്റെ ദൂതൻ ഊരിയ വാള് ഉറയിൽ നിന്ന് മാറ്റിയിട്ട് വാളും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാരണം ഈ പ്രവാചകൻ മുന്നിലേക്ക് കടന്നു പോയിരുന്നെങ്കിൽ ഈ പ്രവാചകനെ വെട്ടി വീഴ്ത്തുമായിരുന്നു. കാരണം ഈ പ്രവാചകൻ്റെ യാത്രയുടെ ഉദ്ദേശം ശരിയല്ല, വിവേകരഹിതമായ യാത്രയാണ് ഈ പ്രവാചകൻ നടത്തുന്നത്. കാരണം ചില കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടി, ചില സമ്പാദ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി, ചില കാര്യങ്ങളിൽ മയങ്ങിക്കൊണ്ടുള്ള യാത്ര, വിവേകരഹിതമായ യാത്ര, തമ്പുരാൻ ഇഷ്ടപ്പെടാത്ത ഒരു യാത്ര, ഇസ്രായേൽ തൻ്റെ മക്കളെ ശപിക്കാനുള്ള യാത്ര, ആ യാത്രയിൽ ദൈവം കോപിഷ്ഠനാവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്രകാരം അത് ദൂതൻ വന്ന് തടയുന്നത്. ദൂതൻ വന്ന് തടയുമ്പോഴാണ് കഴുത അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് കഴുത യാത്രയെ തടസ്സപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ ഈ കഴുത വഴി മുടക്കിയല്ല, അദ്ദേഹത്തെ രക്ഷിക്കുകയാണ് ചെയ്തത്. അത് മനസ്സിലാക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ആന്തരിക നേത്രങ്ങൾ തുറന്നില്ല. അദ്ദേഹത്തിൻ്റെ ആന്തരിക നേത്രങ്ങൾ തുറന്നത് കഴുത സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ്. ഈ ബാലപ്രവാചകൻ്റെ ആന്തരിക നേത്രങ്ങൾ തുറന്നത്. അപ്പോഴാണ് ഈ ദൈവദൂതനെ കാണുന്നതും സത്യം എന്തെന്ന് മനസ്സിലാക്കുന്നതും തൻ്റെ യാത്ര വിവേകശൂന്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദൂതൻ്റെ കാൽക്കൽ വീണ് മാപ്പ് പറയുന്നതും ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റുതിരുത്തുന്നതും. സ്നേഹമുള്ളവരെ, നമ്മിൽ
ആ ആന്തരിക നേത്രങ്ങൾ തുറക്കുമ്പോഴാണ് നമുക്ക് സത്യം നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുക. നമുക്ക് അതറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുക. നമ്മുടെ ഉൾക്കണ്ണുകൾ പ്രകാശിക്കുമ്പോഴാണ്. സ്നേഹമുള്ളവർ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. 13 മുതൽ എമ്മാവൂസ് യാത്രയാണ്. 2 ശിഷ്യന്മാരാണ് ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോകുന്നത്. ആ പോകുമ്പോൾ യേശു ഉത്ഥാനം ചെയ്ത കർത്താവ് അവർ കൂടെയുണ്ട്. അവർ പോകുന്നത് ഭയപ്പെട്ടിട്ടാണ്, അവർ നിരാശ കൊണ്ടാണ്, അവർ വിഷമം കൊണ്ടാണ്, പലവിധ ഭയങ്ങളും അവർ പിടികൂടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ രക്ഷപ്പെടാൻ വേണ്ടി അവർ പോകുന്ന പോക്കാണ്. അപ്പോൾ യേശു അവരെ കൂടെ കൂടിക്കൊണ്ട് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ അത് യേശുവാണെന്ന് അവർക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. അവർ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. യേശു ഒരുപാട് വചനങ്ങൾ അവരോട് പറയുന്നുണ്ട്. മോശ തുടങ്ങിയ എല്ലാ പ്രവാചകന്മാരും തന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവരെ ഗ്രഹിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടതിനാൽ അവർക്ക് ഒന്നും ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, യേശുവിനെയും തിരിച്ചറിയാനായിട്ട് അവർക്ക് സാധിച്ചില്ല. എന്നാൽ പകൽ അസ്തമിക്കാറായി, അത് രാത്രിയാവുന്നു. അപ്പോൾ അവർ വേഗം ഉടനെ തന്നെ അവിടെ അടുത്ത് താമസിക്കാമെന്ന് വിചാരിച്ചു. അവിടെ അടുത്ത് താമസിക്കാനായിട്ട് ഇരിക്കുമ്പോൾ യാത്രക്കാരനായിട്ട് വന്ന യേശു ആകട്ടെ മുന്നോട്ട് പോകുമ്പോൾ അവർ പറയുന്നു, അതെ, ഞങ്ങളുടെ കൂടെ നാഥ വന്ന് വസിച്ചാലും എന്ന് പറയുന്നു. അങ്ങനെ തമ്പുരാൻ അവരോടുകൂടെ താമസിക്കുമ്പോൾ തൻ്റെ പതിവ് ശൈലിയിൽ അപ്പം എടുത്ത് വാഴ്ത്തി മുറിച്ച് അവർക്ക് നൽകുമ്പോൾ അപ്പോഴാണ് പറയുന്നത് അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു എന്ന്. അപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് കർത്താവാണ് ഞങ്ങളുടെ കൂടെ നടന്നത് എന്നുള്ളത് അവർ തിരിച്ചറിയുന്നത്. കർത്താവ് ജീവനോടെ ഞങ്ങളുടെ കൂടെയുണ്ട്. ഏത് ആപത്ത് സമയത്തും ഏത് പ്രശ്നങ്ങളിലും കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറച്ച ബോധ്യം കിട്ടുകയാണ്. ആ ഉറച്ച ബോധ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ ചെയ്യുന്നത്, അവർ ഉടനെ തന്നെ എമ്മാവൂസിലേക്ക് പോകുന്ന വഴി വിട്ടിട്ട് അവർ തിരിച്ച് ജെറുസലേമിലേക്ക് വരികയാണ്. ക്രിസ്തുവിന് വേണ്ടി എത്ര വേണ്ട പീഡനങ്ങളും ക്രിസ്തുവിന് വേണ്ടി സഹനങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം അനുഭവിക്കാൻ തയ്യാറായിക്കൊണ്ട് ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം നൽകാനായിട്ട് അവർ തിരിച്ചു വരുന്ന ആ ശിഷ്യന്മാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം അവർ ആന്തരിക നേത്രങ്ങൾ തുറന്നപ്പോഴാണ് അത് സാധിക്കുന്നത്. എന്നാൽ മൂടപ്പെട്ടപ്പോൾ അവർക്കൊന്നും തന്നെ യേശുവിനെയും കാണാൻ സാധിച്ചില്ല. യേശുവിൻ്റെ വചനങ്ങളുടെ മാധുര്യവും അവർക്ക് ആസ്വദിക്കാൻ സാധിച്ചില്ല. അവർ കണ്ണുകൾ തുറന്നപ്പോൾ അവർ പറയുന്നത് ഇപ്രകാരമാണല്ലോ. അവർ പറയുന്നുണ്ട്, അവൻ നമ്മോട് അതേ തിരുവചനങ്ങൾ പറഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ. സ്നേഹമുള്ളവരെ, അതിനാൽ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുവാൻ, നമ്മുടെ ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് ആണ് പരിശുദ്ധാത്മാവ് നമ്മോട് ഇന്ന് പറഞ്ഞു തരുന്നത്. സ്നേഹമുള്ളവരെ, നമ്മൾ വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ വെളിപാടിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു യോഹന്നാൻ. ആ യോഹന്നാനെ നീറോ ചക്രവർത്തി പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തുകയാണ്. പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തുമ്പോൾ അവിടെ മനുഷ്യരില്ല. അവിടെ വളരെ വേദനയോടെയാണ് അവൻ കഴിഞ്ഞുകൂടുന്നത്. അവന് ഭക്ഷണവുമില്ല. നമുക്കറിയാം, അവിടെ കാണുന്ന മുഴുവനും കുറേ ഇതേപോലെ ഇതിനു മുമ്പ് കുറേ മനുഷ്യരെ അവിടേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. ആ മനുഷ്യരുടെ അസ്ഥികളാണ് അവിടേക്ക് കാണാനായിട്ട് സാധിക്കുക. കാരണം അവരൊക്കെ മരിച്ചു വീണ അസ്ഥികൾ. അങ്ങനെ ഭയപ്പെടുത്തുന്ന ദൃശ്യമാണ്. മുകളിലേക്ക് നോക്കിയാൽ കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നു. ഇതാണ് കാണുവാനായിട്ട് സാധിക്കുക. അവൻ അവിടെ ചെന്നപ്പോൾ അവൻ്റെ ഹൃദയം കലങ്ങുന്നുണ്ട്. ദുഃഖഭാരത്താൽ അവൻ്റെ ഹൃദയം ഉരുകുന്നുണ്ട്. അങ്ങനെ വേദനിച്ചിരിക്കുന്ന സമയത്താണ് യേശു പ്രത്യക്ഷനാകുന്നത്, യോഹന്നാന് പ്രത്യക്ഷനാകുന്നത്. യോഹന്നാന് ദർശനത്തിൽ പ്രത്യക്ഷനായിക്കൊണ്ട് യേശു അവനോട് പറയുന്നത്, നീ എന്നെ നോക്കുക, നീ എന്നെ തൊടുക, നീ മനസ്സിലാക്കുക, ഞാൻ ആരാണ്? ഞാൻ ആൽഫയും ഒമേഗയുമാണ്. അതെ, മരിച്ചവനായിരുന്നു, എന്നാൽ ഇന്ന് ജീവിക്കുന്നു. എന്നേക്കും ജീവിക്കുന്നവനാണ് ഞാൻ. ഇനി എനിക്ക് മരണമില്ല, എന്നേക്കും ജീവിക്കുന്നവനാണ് ഞാൻ. സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും അത് മരണത്തിൻ്റെയും എല്ലാ താക്കോലുകളും എൻ്റെ കയ്യിലാണ്.
ജീവൻ്റെ താക്കോലുകളൊക്കെ എൻ്റെ കയ്യിലാണ്. കർത്താവ് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ ഇപ്പോൾ അനുഭവിക്കുന്നത്, ഇപ്പോൾ നീ അനുഭവിക്കുന്ന ഈ കഷ്ടതയുണ്ടല്ലോ, ഈ വേദനയുണ്ടല്ലോ, ഈ വേദനകൾ അത് നീ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിനക്കിനി ദർശനം തരാൻ പോകുകയാണ്, സ്വർഗത്തെക്കുറിച്ചുള്ള ദർശനം തരാൻ പോകുകയാണ്. ആ ദർശനമെല്ലാം നീ രേഖപ്പെടുത്തുക. അത് നിൻ്റെ മറ്റു തലമുറകൾക്ക് അതൊരു പ്രയോജനകരമായിട്ട് മാറും എന്ന് കർത്താവ് അരുളി ചെയ്യുകയാണ്. അപ്പോൾ കർത്താവിന് കാൽക്കൽ വീഴുന്ന യോഹന്നാൻ ശ്ലീഹയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, വെളിപാടിൻ്റെ പുസ്തകത്തിന് അങ്ങനെ വായിക്കുന്നുണ്ട്. അത് യോഹന്നാന് സ്വർഗം നൽകിയ ദർശനങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. സ്നേഹമുള്ളവരെ, യോഹന്നാൻ ശ്ലീഹ മനസ്സിലാക്കുന്നത് ഇപ്രകാരമാണ്. റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, നാളെ വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇന്നത്തെ തൻ്റെ കഷ്ടതകൾ, തൻ്റെ വേദനകൾ ഒക്കെ നിസ്സാരമാണ്. കാരണം നാളെ കാണുന്ന ലഭിക്കാൻ പോകുന്ന ഒരു വലിയ ഒരു ദൈവത്തിൻ്റെ സൗഭാഗ്യത്തെ കുറിച്ച് പരിശോധിക്കുമ്പോൾ അതാണ് അവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. സ്നേഹമുള്ളവർ, അതേപോലെ തന്നെ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്തെഫാനോസിനെ കൊല്ലുവാനായിട്ട് കല്ലുകൾ അവർ എറിയുകയാണ്. ജനങ്ങൾ കല്ലുകൾ എറിയുമ്പോൾ അപ്പോൾ സ്തെഫാനോസ് അതെ തൻ്റെ ആന്തരിക നേത്രങ്ങൾ തുറന്ന് മുകളിലേക്ക് നോക്കുകയാണ്, സ്വർഗത്തിലേക്ക് നോക്കും. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടതും അത് യേശു പിതാവിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതുമായിട്ട് കാണുകയാണ്. ആ സന്തോഷകരമായ ഒരു കാഴ്ച കാണുന്ന സ്തെഫാനോസ് പറയുന്നത്, അവസാനം പറയുന്ന ഇപ്രകാരമാണ്, അതെ, എൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് യേശു കുരിശിൽ പറഞ്ഞല്ലോ, അതുപോലെ തന്നെയുള്ള പ്രാർത്ഥന ഇവിടെ ചൊല്ലുകയാണ്, ഈ കുറ്റം അവരുടെ മേൽ ആരോപിക്കരുത്. ആന്തരിക നേത്രങ്ങൾ തുറക്കുമ്പോഴാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉൾക്കണ്ണുകൾ തുറക്കുമ്പോഴാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. അപ്പോൾ അതിനാൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടുവാനായിട്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. അങ്ങനെ ആന്തരിക നേത്രങ്ങൾ നമ്മുടെ തുറന്നു കിട്ടുമ്പോൾ നമുക്ക് സത്യം അറിയാൻ സാധിക്കും, സത്യം ഗ്രഹിക്കാൻ സാധിക്കും. പിന്നെ അതനുസരിച്ച് പ്രത്യാശയോടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതിനായിട്ട് ദൈവം നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.